പാതി താടി. പാതി മാത്രമല്ല, ഞാൻ മൊത്തത്തിൽ വാടി നിൽക്കുക. എടി പേരയ്ക്ക പാതി തരാനാ പറഞ്ഞത്. അയ്യടാ, എന്നെ വഴി തെറ്റിച്ച് ഈ കൊടുങ്കാട്ടിൽ പെടുത്തിയിട്ട് എനിക്ക് വിഷമിട്ട് ഞാനൊരു കുരങ്ങന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് മേടിച്ചതാ ഈ പേരയ്ക്ക. ഒരു കുരങ്ങ് വേറെ കുരങ്ങന്റെ പിടിച്ചു മേടിക്കുവോ? അയ്യടാ, ഇതൊന്നും ഒരു കഷ്ണം തരത്തില്ല. പോർന്ന് എടി മനഃപൂർവ്വം നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് കരകാട്ടത്തിന്റെ പ്രോഗ്രാം കഴിഞ്ഞ് ഗൂഗിൾ ഇട്ട് ഇങ്ങനെ വന്നതല്ലേ. പക്ഷെ ഗൂഗിൾ തെറ്റിച്ച് കാട്ടിനകത്ത് വന്ന് കയറി. ഈ എന്നോടൊന്ന് ക്ഷമിക്കേ. മാപ്പ് നോക്കി വന്നിട്ട് ഇപ്പൊ എന്നോട് മാപ്പ് പറയേണ്ട സ്ഥിതിയായ. സ്കൂട്ടർ ടയർ പഞ്ചർ ആയില്ലായിരുന്നുണ്ടെങ്കിൽ അങ്ങനെങ്കിലും പോകായിരുന്നു. അതെ, നിങ്ങളുടെ കയ്യിൽ സ്റ്റെപ്പിന് ഒന്നുമില്ലേ? സ്റ്റെപ്പിന് പറയാൻ വിളിക്കാൻ നമ്മുടെ ഫോൺ ഉണ്ടോന്ന്. അത് ശരിയാ. ആദ്യം എന്നെ ഗൂഗിൾ ചതിച്ച്. ചതിച്ചതാണോ? ഇല്ലല്ലോ പറയാൻ. പക്ഷെ ചതിക്കാത്ത ഒരാളുണ്ട്. അതാരാടാ? അതറിയാൻ വേണ്ടി ഒരു വ്യഗ്രത ഉണ്ട്. എനിക്ക് അറിയണ്ട. എന്നാ നീ അറിയണം. ചതിക്കാത്ത ഒരാളുണ്ട്. ദൈവം. ദൈവം എന്നെ ചതിക്കാത്തോണ്ടാണല്ലോ ഇത്രയും നേരം നിന്റെ അടുക്ക ഇങ്ങനെ കുറെ നേരം ഇരുന്ന് നമുക്ക് ഇങ്ങനെ കുറെ നേരമായിട്ട് സല്ലപിക്കാൻ പറ്റിയത്. നീ മുതലാക്കല്ലേ സജിയെ? നീ മുതലാക്കല്ലേ സജിയെ? മുതലാക്കല്ലേ സജിയെ? പേരെ കത്തുമ്പോ തന്നെ വാഴ വെട്ടണം. എന്തുവാടി ഇത്? മൂങ്ങ മൂളുന്നു. മാങ്ങ പൂളുന്നോ? എവിടെ? മാങ്ങ മൂളുന്നല്ല പറഞ്ഞത്. മൂങ്ങ എവിടെയോ മൂളുന്നുണ്ട്. യോ, മൂങ്ങ മൂളുന്നതല്ല, പോങ്ങ. എനിക്ക് ആ വിശന്നിട്ട് മൂളുന്നതാ. വിശന്നിട്ട് മൂളിയതാ. എവിടെയെങ്കിലും ഒന്ന് തിന്നാൻ കിട്ടിയാ മതിയായിരുന്നു. എന്തോ തിന്നാനാ ഇനിയിപ്പം? പാറയുടെ അടിയില് ഒരു കൊല റംബൂട്ടാൻ. ഒരു കൊല റംബൂട്ടാൻ എടുത്തിട്ട്. അയ്യോ, മുള്ളം പന്നി പറ്റി കിടക്കുക. എടുത്ത് വായിലിട്ട് നീ ഇപ്പൊ സരസയ്യ കിടന്നേന്. മുള്ളം പന്നി വരെ തിന്ന് സുഖിച്ച് പറ്റി കിടക്കുക. എന്റെ ചക്കരയല്ലേ? തക്കടുവാവല്ലേ? എടി കുണുവാവല്ലേ? പൊന്നാരിയല്ലേ? അതെ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്താണ് ചൂടാവാത്തെ? ഒരാനയോ പുലിയോ വരുന്നിടം വരെയല്ലേ കൊഞ്ചലുള്ളൂ. കൊഞ്ചിക്കോ കൊഞ്ചിക്കോ കൊഞ്ചിക്കോട്ടാ. എന്തോന്നടി ഇത്? ഞാൻ എത്ര നാളായിട്ട് നിന്റെ പുറകെ നടക്കുന്നു. അതെന്തിനാ എന്റെ പുറകെ നടക്കുന്നത്? എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാൻ. ആണോ? അങ്ങനെയാണെങ്കിൽ അത് മുന്നിൽ വന്നെന്ന് പറയണം. പുറകെ വന്നാ ഞാൻ കേൾക്കുവോ? എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്റെ പൊന്നു സജി, എനിക്ക് നിങ്ങളെ അത്തരത്തിൽ ഇഷ്ടമല്ല. എന്താ കാര്യം? എനിക്ക് ഒരു ഇരുത്തം വന്ന കലാകാരനെ കെട്ടാനാ ഇഷ്ടം. നീ എന്റെ നാട്ടിൽ കൊല്ലത്തൊന്ന് അന്വേഷിച്ച് നോക്കണി. ഞാൻ ഇരുത്തം വന്ന കലാകാരൻ അവരോട് ചോദിച്ചു നോക്കാം, പറഞ്ഞു തരുമോ? പിന്നെ 150 രൂപയും കൊടുത്ത് ഇവിടുന്ന് KSRTC ബസ് വിളിച്ച് പൊരി വെയിലത്ത് ഞാൻ ആ കൊല്ലം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് സജി കൊള്ളാവോ സജി കൊള്ളാവോ സജി കൊള്ളാവോ എന്ന് പറയാൻ എന്റെ തലയ്ക്ക് ഓളമല്ലേ. നമ്മൾ തമ്മിൽ എന്തിനാടി ഇങ്ങനെ ഒരു പിണക്കവും വഴക്കവും ഒക്കെ? നീ ഇവിടെ ഉണ്ട്, ഞാനും ഇവിടെ ഉണ്ട്. നമുക്ക് പരസ്പരം അറിയുകയും ചെയ്യാം. കൊടുകൈ ഇടുകൈ. എന്താടി ഇത്? എന്റെ പൊന്നു സജി ഒന്ന് പോയിക്കേ ഇവിടുന്ന്. നീ നിന്റെ പാട്ടിന് പോ. എവിടെ പോണ്? പാട്ട് പാടി പോണ്ടോ? നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീച്ചികൾ. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീച്ചികൾ. പുഞ്ചിരിക്കൊരു പൂച്ചെണ്ടു തന്നു പുഷ്യരാഗമരീചികൾ. സരസു, ജീവൻ കൊണ്ട് ഓടിക്കുവോ? മിസൈൽ ആക്രമണം. അതിനാ ചെറുക്കൻ സമ്മതിക്കുവോ? ആര്? ജീവ. ജീവയും കൊണ്ട് ഓടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിന്റെ ജീവനും കൊണ്ട് ഓടിക്കോളാൻ. അയ്യോ, ഇതാരാ? വേഷം കണ്ട് അറിഞ്ഞൂടെ? കൊള്ളക്കാരനാന്ന് തോന്നുന്നു. അയാൾ എന്തിനാ ഇപ്പൊ കയറി വന്നത്? നമ്മൾ രണ്ടുപേരും മാത്രം മീറ്റർ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. പുള്ളിക്കും കുടുംബവും കുട്ടികളൊക്കെ ഇല്ലേ? അടിക്കട്ടെ. കൈ പൊക്കടി. ഇതെന്തിനാ ഹാൻഡ്സപ്പ് എന്ന് പറയുമ്പോ കൈ പൊക്കുന്നത്? കക്ഷത്ത് എന്തെങ്കിലും ഇരിക്കുന്ന താഴെ പോകാനായിരിക്കും. എന്റെ കക്ഷത്തൊന്നുമില്ല, ക്ലീൻ ഷേവാ. നിങ്ങൾ വേഷം മാറി വന്ന പോലീസുകാരല്ലേ? അയ്യോ അല്ല. നിങ്ങൾ വേഷം മാറി വന്ന പോലീസുകാരാ? അല്ല. അതെനിക്ക് കണ്ടാലറിയാം ഇവനെ. അതെങ്ങനെ കണ്ടപ്പോ മനസ്സിലായി? കണ്ടപ്പോ എങ്ങനെ മനസ്സിലായെന്ന? ഇവ യൂണിഫോം ഇട്ട പാടത്ത് വെച്ചിരിക്കുന്ന കോലം പോലുണ്ട്. പക്ഷെ നീ അയ്യോ, എനിക്ക് SIയുടെ ഫിഗർ മാത്രമേ ഉള്ളൂ. തലയിലൊന്നുമില്ല. അല്ല, തല തൊപ്പിയില്ലെന്ന്. ഞാനൊരു കാര്യം പറയാം, എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ SIയും പോലീസുമാണ്. അല്ല. ആണ്. അല്ല, സത്യം പറയട്ടെ, ഞങ്ങൾ വഴി തെറ്റി വന്നതാ. തെറ്റുമല്ലോ, പ്രായം അതല്ലേ. അയ്യോ അങ്ങനല്ല. ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നപ്പോ കാട്ടിലോട്ട് വഴി തെറ്റി വന്നതാണ്. വഴി തെറ്റി വന്നത് എനിക്ക് ഇപ്പോഴും സംശയം. നിങ്ങൾ പോലീസുകാരാ? ആണ്. അല്ല, വെടി വെക്കരുത്. പിന്നെ നിങ്ങളാരാ? എന്റെ പൊന്നു ചേട്ടാ, ഞാൻ പറയണത് വിശ്വസിക്ക്. ഞങ്ങൾ കരകാട്ടക്കാരാ. കരകാട്ടക്കാരാ? നിങ്ങൾ കരകാട്ടക്കാരാണെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കരകാട്ട കൂടെ കളിച്ച് കാണിക്കും. അത് അങ്ങനെ കളിക്കാൻ പറ്റത്തില്ല. അത് ദൈവികമായ ഒരു കലയല്ലേ. അതൊന്നും പറഞ്ഞില്ല. എനിക്ക് എന്റെ ഡൗട്ട് തീർത്തു തരണം. നിങ്ങൾ പോലീസാണോ കരകാട്ടക്കാരാണോ എന്ന് അറിയണമെങ്കിൽ ഇവിടെ കളിച്ച് കാണിക്കണം. അത് ഞാൻ എന്നെ കൊന്നാലും ഞാൻ കരകാട്ടം കളിക്കത്തില്ല. ആര് കൊല്ലാനാ? ഇവനെ ഞാൻ കൊല്ലിക്കോ? അറിയണ കളിക്കാൻ പറയണം.
അമ്മയ്ക്കൊരു പൊന്നും കൂടം ആടിവരും മന്ത്രക്കൂടം ആൽത്തറമിളമ്മേ ഞങ്ങൾ കാഴ്ച വയ്ക്കും അമ്മക്കൂടം മതി. ഇതാണ് അടി കരകാട്ടം അല്ലേ? ഇതിവിടെ അഴിഞ്ഞാട്ടം. ഏയ്, കരകാട്ടം ഇങ്ങനെയാണോ കളിക്കുന്നത്? എവിടുന്ന് ഒരു മഞ്ഞ തുണിയും തെറ്റി എവിടുന്ന് പച്ചലയും പറിച്ചോണ്ട് വന്നിട്ട് ഇങ്ങനെ കളിച്ച കരകാട്ടം പാടി. ഓ ആക്ഷേപിക്കുകയാണല്ലേ? ഇതുപോലൊരു ആഭാസന്റെ മുന്നിൽ ഇനി ഞാൻ എന്റെ അമ്മൻ കൂടെ നേർന്ന് കളിക്കില്ല. ഇത് സത്യം സത്യം സത്യം. അവള് അമ്മയോട് കളിക്കുന്നത് മാത്രമല്ല, പിന്നെ? ഇനി അവള് ദേവീ രൂപം ഇങ്ങനെ വരും രൗദ്രത്തിൽ. എന്നിട്ട് അവള് നിങ്ങളെ ശപിക്കും. എന്നെ ശപിക്കരുതെന്ന് പറ. ശപിക്കും. ഭൂലോക അഖില ശപിക്കരുത്. ശപിക്കും. ഭൂലോക അഖിലലോ ശപിക്കരുത്. ആഭാസന്റെ മുന്നിൽ ഞാനൊരു ആവാസനല്ല, ഞാനൊരു നൃത്തകനാ. നിങ്ങളെപ്പോ ഒരു കലാകാരനാണ് ഞാൻ. ഏത് കലാകാരൻ? ഞാൻ നൃത്ത കലാകാരൻ. ഞാൻ വിശ്വസിക്കത്തില്ല, ഞാൻ വിശ്വസിക്കില്ല. അതെന്താ? ഇയാൾ കലാകാരനല്ല. ഞാൻ കലാകാരനാണ്. എന്നാ കലാകാരനാണെങ്കിൽ അന്ന് ഇവിടുന്ന് കളിച്ച് കാണി. ആ. ഞാൻ കളിച്ച് കാണിക്കണം. തെളിവ് വേണം. കണ്ണിലുണ്ണിയാണേ കണ്ണനാണേ കൊച്ചു കൊമ്പനാണേ ഞാൻ പിടിച്ചോളാം. ചേലുണ്ട് കലയുണ്ട് ചേറ്റുമൂറം ചെവിയുണ്ട് നാലുകൾ തൂണുണ്ട് ചൂലുപോൽ വാലുണ്ട് കുട്ടനാണേ കളിക്കുട്ടനാണേ കേമനാണേ തുമ്പിക്കയ്യനാണേ. അയ്യോ ഇതെന്തുവാ? ഞാൻ പറഞ്ഞില്ല ഞാൻ ഇരുത്തം വന്ന കലാകാരനാണ്. അയ്യോ വന്ന കലാകാരി കെട്ടിക്കാടി. അതെ, ഈ ഇരുത്തം വന്ന കലാകാരൻ എങ്ങനെ ഇവിടെ പറ്റത്? കലാകാരനല്ലല്ലേ പറഞ്ഞത്, കലാകാരിയല്ലേ പറഞ്ഞത്. അയ്യോ അയ്യോ അങ്ങനെയല്ല, ഈ കാട്ടിൽ എങ്ങനെ വന്ന് പെട്ടത്? അത് ഭയങ്കര കഥയാ. അതൊന്ന് ലാഗ് ഇല്ലാതെ പറയാമോ? ഞങ്ങള് കൂട്ടുകാരെല്ലാം കൂടെ ഇവിടെ കണ്ടിക്കണമെന്നായിരുന്നു. കണ്ടിക്കാനാ? കണ്ടിക്കാനല്ല അക്ക പറയൊക്കെ. എടാ വേട്ട. ശരി. ഈ കാട്ടിൽ ഞങ്ങൾ ജീപ്പിൽ വന്നപ്പോഴേ ഞങ്ങൾക്ക് എല്ലാവർക്കും മുള്ളാൻ മുട്ടി. അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ മുള്ളാനായിട്ട് ഇങ്ങനെ ഇറങ്ങി നിന്ന് എനിക്കൊരു കുഴപ്പമുണ്ട്. അതൊക്കെ സ്ത്രീകളോടാന്ന് പറയുന്നത്. അയ്യോ കമന്റ് കൊണ്ട് ഇപ്പൊ പൊളിഞ്ഞേ. അതെ, പിന്നെ എനിക്കൊരു കുഴപ്പമെന്ന് പറഞ്ഞാലേ ഞാൻ എന്ത് കാര്യത്തിനും താമസം ഭയങ്കര. അത് കണ്ടപ്പോഴേ മനസ്സിലായി. അവര് കാര്യം കഴിഞ്ഞ് ഞാൻ വണ്ടി കയറുന്നവര് പറഞ്ഞ് അവര് വണ്ടി എടുത്തോണ്ട് പോയി. ആണോ? പിന്നെന്ത് ചെയ്ത്? ഞാനവിടെ നിന്നും ഫുള്ളൊഴിച്ച് അതല്ലേ ചോദിച്ചേ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് ഈ കൊള്ളക്കാരനായത്? ഞാൻ മുള്ളി തീർന്നപ്പോഴേ എന്റെ ചുറ്റും കൊള്ളക്കാർ നിൽക്കുന്നു. ഞാൻ പിന്നെ അവരോട് കൂടി. അല്ല, ഈ കൊള്ളക്കാരന്റെ വീട് എവിടെയായിരുന്നു? കൊല്ലം. കൊല്ലത്തോടെ വീട്? കൊല്ലത്തെ ചിന്നക്കട ജംഗ്ഷനിൽ. ചിന്നക്കട ജംഗ്ഷനിൽ തന്നെയാണോ വീട്? അപ്പൊ ബസ്സൊക്കെ ഇങ്ങനെ വരുമ്പം ഇങ്ങനെ സൈഡിൽ കൂടെ ഒഴിഞ്ഞ് അങ്ങനെ പോവും. അങ്ങനെ ഒരു മിനിറ്റ്, ഒരു പേന കിട്ടിയിട്ടുണ്ട്. അയ്യോ എവിടെ പോണു? അല്ല ഇതൊന്ന് എഴുതിയെടുത്തിരുന്നല്ലേ. ഞങ്ങള് കൊള്ളക്കാരെല്ലാം കൂടെ 4 മണിയാകുമ്പോ ചായ കുടിക്കായിരിക്കും. അപ്പൊ ആ സദസ്സിൽ ഇത് പറഞ്ഞാൽ ഞാൻ ഹൈപ്പായി കയറി പോകും. ഇങ്ങനെ കുഴപ്പമില്ലടോ, നല്ല കൗണ്ടറും പറയുന്നു, ഡാൻസും ഉണ്ട്. എന്നാ പിന്നെ നമ്മുടെ കൂടെ കൂട്ടിയാലോ? ഞാൻ നിങ്ങളോട് അമ്മ കൂടെ കളിക്കാൻ വരട്ടെ? പിന്നെ കൊള്ളത്തങ്കോ? കൊള്ളസംഘം വേണ്ട, എനിക്ക് നൃത്തകനാകാൻ താല്പര്യം. നിങ്ങളോട് വരാം. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ വേറെ ചില നിബന്ധനകളുണ്ട്. എന്തുവാ? നാട്ടിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കളയണം. ഇതല്ല ഞാനിപ്പോ കളയരുത്. അല്ല ഇതെന്താണ്? ഇത് പുലിപ്പല്ല്. ഒറിജിനലാണോ? ഒറിജിനൽ ആണോന്നാ? ഞാനിവിടെ ആദ്യം വേട്ടക്ക് വന്നപ്പോ ഒരു പുലിയെ വെടിവെച്ചിട്ട് പിഴുതെടുത്തിട്ട് ഞാൻ ഈ സാധനം കെട്ടിങ്ങനെ ഇട്ടിരിക്കുക. ഞാൻ അപ്പം നിങ്ങൾക്ക് നാട്ടിൽ വരാൻ പറ്റത്തില്ല. അതെന്നാ? പുലിപ്പല്ല ഇപ്പോഴത്തെ ട്രെൻഡ്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അകത്താകും. പക്ഷേ പണവും സ്വാധീനവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് അതുണ്ടോ? എനിക്കൊന്നുമില്ല. അപ്പൊ അകത്തായത് തന്നെ. ഇത് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് ആണ്. അവസാനം പിടിക്കപ്പെടുന്ന എല്ലാവരുടെയും നമ്പർ ആയത് പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇതൊക്കെ ഊരി കളഞ്ഞിട്ട് വന്നാ നാട്ടിൽ ഞങ്ങളുടെ കൂടെ വരാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇവിടെ രക്ഷപ്പെടാനുള്ള വഴിയില്ലേ? തന്റെ നെഞ്ചത്ത് കൂടിയാണോ? പിന്നെ ഞാനത് റെഡിയാക്കി കാണിച്ചു തരാമോ? എന്നാ പിന്നെ ഒന്നും ആലോചിക്കാനില്ല. എന്നാ പിന്നെ നമ്മളോടൊപ്പം കേറിക്കോ. ഓക്കെ അല്ലേ? ഓക്കെ. എന്നാ 3 ഒരു പൊന്നും കൂടം